We'll start. Start ചെയ്യാല്ലേ? Then start here. Yeah, we'll give an intro. Yeah. Okay, good evening, everyone. A warm welcome to another webinar conducted by IEEE GCW in association with GCW Alumni Association, Bangalore chapter. Now, I would like to invite Mr. Arjun Sundareshan, Chairman, GCW Alumni Association, Bangalore chapter, to introduce the speaker to all of you. Thank you, Nina. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഇത് വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് ബാംഗ്ലൂർ ചാപ്റ്ററും IEEEയും ചേർന്ന് നടത്തുന്ന 16ാമത് വെബിനാറാണ്. 16 നമ്പർ എത്തുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിസംബറിനുള്ളിൽ 25 നമ്പർ ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നിങ്ങളാണ് ഞങ്ങൾക്ക് നൽകുന്ന ഒരു സപ്പോർട്ട്, അത് ഉണ്ടാകണം എന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ സ്പീക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസീല മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിടെക് 2006-2010 കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയ ആളാണ്. ഷീസ് വെരി ആക്റ്റീവ് മെമ്പർ ഇൻ ബാംഗ്ലൂർ ചാപ്റ്റർ. പുള്ളിക്കാരത്തി നമ്മുടെ KE-യുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു അലൂമിനിയാണ് ഫസീല. സ്പോർട്സ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും ഞങ്ങളുടെ സ്പോർട്സ് കമ്മിറ്റിയിലൊക്കെ കേരള എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ് ഫസീല. ഷീ ഈസ് എ ടെക്നിക്കൽ ലീഡ് ഇൻ S&D controller group at Ericsson R&D, and she is an active participant of Ericsson contributors into the Open Daylight community. She is a member of the team driving SDN solution, architecture, design, and product development on the Ericsson Cloud S&D control based on Open Daylight platform. She's actively contribute to the OpenStack based ODLS network virtualization project, and she's also member of ODL machine learning and service chaining task force. ഞാൻ ഈ ഒരു സെമിനാറിനെ പറ്റി ഫസീലയോട് കുറച്ച് കാലമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഫസീല അലൂമിനിയായി KE-ന്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് എനിക്ക് ഫസീലയുമായിട്ടുള്ളൊരു കണക്ഷൻ. കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും വളരെ സജീവമായിട്ടുള്ള ഒരു ആളാണ് ഫസീലയും ഫസീല ഹസ്ബൻഡും. അവർ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ്. അവർ ഈ ഇടയ്ക്ക് ഒരു ട്രാവൽ ചെയ്തിട്ടൊരു ബ്ലോഗൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ KE ഗ്രൂപ്പുകളിലൊക്കെ പബ്ലിഷ് ചെയ്യുണ്ടായി. സോ ഒരു ഫാമിലിപരമായിട്ട് എനിക്കറിയാം. താങ്ക് യു ഫസീല ഫോർ കമ്മിങ്. നമ്മുടെ കോളേജിന് വേണ്ടിയിട്ട് ഒരു സെഷൻ എടുക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ വലിയ തിരക്കുകൾ ഉണ്ടായിട്ടും മുന്നോട്ട് വന്നതിൽ വളരെ സ്നേഹം, സന്തോഷം. ഓവർ ടു യു. ഓക്കെ, താങ്ക് യു അർജുൻ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. യെസ്, കേൾക്കാം. ആണല്ലോ അല്ലേ? അപ്പോൾ ഓൾറെഡി അർജുൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ഒരു 10 years എക്സ്പീരിയൻസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അതിൽ ഓൾമോസ്റ്റ് 9 years എറിക്സണിലായിരുന്നു. ഇപ്പോൾ അടുത്താണ് സിസ്കോയിലേക്ക് മൂവ് ചെയ്തത്. ഇപ്പോൾ സിസ്കോയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു 5 minute ഒക്കെ ഞാൻ അസ്യൂം ചെയ്യുന്നത് ഇതെല്ലാം സ്റ്റുഡൻസ് ആണെന്നാണ് കേട്ടോ അർജുൻ. GC വയനാട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജസിലെ സ്റ്റുഡൻസ് ആണെന്ന് വിശ്വസിക്കുന്നു. ആണോ? അല്ലേ? സ്റ്റുഡൻസ് അല്ലാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻ ആണെന്നാണ്. അപ്പം ആ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അർജുൻ കുറെ നാളായി ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു വെബിനാർ കൊടുക്കാമോ എന്ന് ചോദിക്കണു. അങ്ങനെ ഓരോരോ തിരക്കായിട്ട് അത് അങ്ങനെ പോസ്റ്റ്പോൺ ആയി പോയതായിരുന്നു. പിന്നെ ഫൈനലി ഇപ്പൊ ഇനിയൊരു ടോപ്പിക് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു. ഇങ്ങനെ വെബിനാർസ് ഇപ്പൊ യൂഷ്വലി നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയയിലും കാണാറുണ്ട്. എല്ലാവരും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് സെഷൻസ്. അഡ്വാൻസ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, അങ്ങനെ ഭയങ്കര അഡ്വാൻസ് ടോപ്പിക്സിൽ സെഷൻസ് കാണാറുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ചപ്പം ഞാനൊരു 4th semester അല്ലെങ്കിൽ 5th semester എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത്
എനിക്ക് അത്രയും അഡ്വാൻസ് ടോപ്പിക്സിനെ പറ്റിയിട്ടൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കോളേജിൽ പഠിപ്പിക്കുന്ന ടോപ്പിക്സിൽ തന്നെ പല കാര്യങ്ങളും, പക്ഷെ നമ്മൾ പഠിക്കുമ്പം അത് എന്തിനാണെന്നോ അല്ലെങ്കിൽ ഇത് എവിടെയാണോ യൂസ് ചെയ്യുന്നത് ഈ വക കാര്യങ്ങളൊന്നും അറിയാണ്ട് തിയറി മാത്രമായിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഈ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് എന്ന് പറയണത്. അത് പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ നമ്മൾ കോളേജിൽ പഠിക്കുമ്പം അത് എത്രത്തോളം റിയൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ എനിക്കറിയില്ല, ഇപ്പം ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ കുറെ 10 years മുന്നേ ആണ്. നിങ്ങളൊക്കെ ഇപ്പോഴും അതേ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരാണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇപ്പം എല്ലാം ഇന്റർനെറ്റും ഹൈലി അവൈലബിൾ ആണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച സമയത്തുള്ള അത്രയും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്നാലും ഞാൻ ഈ ടോപ്പിക്ക് ചൂസ് ചെയ്തതിന്റെ മെയിൻ റീസൺ അതാണ്. നമ്മൾ ഈ പഠിക്കുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് എവിടെയാണ് ശരിക്കും നിങ്ങളൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് ഒരു IT ഇൻഡസ്ട്രിയിൽ കയറുന്ന സമയത്ത് ഈ പഠിച്ച സംഭവങ്ങൾ എവിടെയാണ് യൂസ് ചെയ്യുക, അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ ഒരു പ്രാക്ടിക്കൽ സെഷൻ, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ ഡെപ്ത് ആയിട്ട് ഓരോ ഡേറ്റ സ്ട്രക്ചറിനായിട്ടൊന്നും പോവില്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത്യാവശ്യം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു തറോ സെഷൻ, അത്രയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പൊ ജോയിൻ ചെയ്തവരെന്ന് അറ്റ്ലീസ്റ്റ് ആരുടെ അടുത്തുനിന്നെങ്കിലും എനിക്ക് ഇപ്പൊ പഠിക്കുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഡേറ്റ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടാൻ പറ്റുമോ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുന്നേ, സെഷൻ തുടങ്ങുന്നതിന് മുന്നേ? എനിബഡി? Or we'll just get started. ഞാൻ the coordinator, whoever was ഷെയർ സ്ക്രീൻ speaking, പോയോ? ജസ്റ്റ് എനിക്ക് ആരുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എന്താണ് പഠിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഏത് ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്യണമെന്ന് അറിയായിരുന്നു. ഒന്ന് പറയാമോ നീന? നമുക്ക് ചാറ്റിൽ വന്നിട്ടുണ്ട് ആക്ച്വലി. എല്ലാവരും സൈലന്റ് ആണ്, പക്ഷെ 70 people ഉണ്ട് ഓൾറെഡി. എല്ലാരും അവസാന ക്വസ്റ്റ്യൻസ്. ഹലോ മാം, ഞാൻ നീന. ഞാനിപ്പോ S3 CSE ആണ്. ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം ഞങ്ങൾക്കിപ്പോൾ പഠിക്കാനുണ്ട്. ഞങ്ങളിപ്പോൾ കവർ ചെയ്തിരിക്കുന്നത് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് അത്രയാണ്. പിന്നെ ഇതിന്റെ ഓപ്പറേഷൻസ്. അത്രയും തിയററ്റിക്കൽ നോളജ് അത്രയാണ് പഠിപ്പിക്കുന്നത്? അതെ. ഓക്കെ, എങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആപ്റ്റ് ആണ്. സോ all of these people who have joined are from S3 computer science or S3 S4. Is that right? Okay. മാം, അത് S3 S4 മാത്രമല്ല, CSE ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ട് നമുക്ക്. ഞാനിപ്പോ ചാറ്റ് കാണുന്നുണ്ട്. ഞാൻ ഇത്ര നേരം ചാറ്റ് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ആരൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്? സ്റ്റാക്ക്, ക്യൂ, ലിങ്ക് ലിസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ്. ആരോ നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാവരും S3 ആണോ എന്ന് ചോദിച്ചതിന്റെ ആൻസർ ആണെന്ന് തോന്നുന്നു. അതർ ബ്രാഞ്ചസ് ഓൾസോ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഇനി ഒരു S6 ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ S7 ക്യാമ്പസ് റിക്രൂട്ട്മെന്റിന്റെ ടൈം ഒക്കെ ആകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. അത് നമ്മൾ മിക്കപ്പോഴും എല്ലാവരും ഒരു ഫേവറേറ്റ് സബ്ജക്ട് ചൂസ് ചെയ്യുമല്ലോ നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ ടൈമിൽ. ഇപ്പം എല്ലാവർക്കും ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂഷ്വലി ചൂസ് ചെയ്യാൻ പേടിയാണ്, കാരണം അതിൽ കുറേ പഠിക്കാനുണ്ട്. പക്ഷെ അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കൊരു S7 S8 ഒക്കെ ആകുമ്പോൾ ഹോപ്പ്ഫുള്ളി ഇത് യൂസ്ഫുൾ ആവും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ എടുക്കണത്. നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് മനസ്സിലാവാത്തതുണ്ടെങ്കിലോ നിങ്ങൾക്ക് അർജുൻ്റെ എൻ്റെ കോൺടാക്ട് നിങ്ങൾക്ക് മേടിക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ നിങ്ങൾക്ക് അതിന് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്.
നമുക്ക് ഡേറ്റ സ്ട്രക്ചർ എന്താണ് എന്നുള്ളിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളൊക്കെ ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിലും വേറെ ഏതെങ്കിലും ബ്രാഞ്ച് ആണെങ്കിലും ഇത് കഴിഞ്ഞ് നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് ജോബ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പം നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ജോബ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു സംഭവമാണ്. അതില് ഡേറ്റ സ്ട്രക്ചറിന്റെ യൂസ് എന്താ എന്നുള്ളതിനെ പറ്റി നമുക്ക് ബേസിക് ആയിട്ട് ഒന്ന് നോക്കാം. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ ഒരു ലൈബ്രറി എന്ന് ആലോചിക്കാം. അപ്പൊ ലൈബ്രറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈബ്രറിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു സോഫ്റ്റ്വെയർ ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ഒരു ലൈബ്രറിയൻ അവിടെ ഉണ്ടെങ്കിൽ ആ ലൈബ്രറിയൻ ആണ് സപ്പോസ് ദാറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ. അപ്പം ആ ഒരു ലൈബ്രറിയിൽ നമുക്ക് ഒരുപാട് ബുക്സ് ഉണ്ടാവും. ആ ബുക്സ് എങ്ങനെ അറേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഇപ്പൊ ആ ലൈബ്രറിയൻ ആലോചിക്കുമ്പം നമുക്ക് പല പല കാര്യങ്ങളുണ്ടാവും. നമുക്ക് ഓരോ ബുക്സിനെ ആദ്യം കാറ്റഗറൈസ് ചെയ്യാം. അതായത് എത്ര ബുക്സ് ഉണ്ട്, അത് ഏത് ടൈപ്പ്, അതായത് ഇപ്പൊ കുറെ ഫെയറി ടെയിൽസ് ഉണ്ടാവാം, സയൻസ് ഫിക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഹൊറർ സ്റ്റോറീസ് ഉണ്ടാവാം. ഇങ്ങനെ പല കാറ്റഗറി ആയിട്ട് നമുക്ക് ബുക്സിനെ ഡിവൈഡ് ചെയ്യാം. ബുക്സിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിയിലും എത്ര ബുക്സ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു നമ്പർ ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ബുക്സ് എവിടെ സ്റ്റോർ ചെയ്യാൻ, അതിന് വേണ്ട ഷെൽഫ് വേണം. അപ്പം ആ ഷെൽഫിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോ കാറ്റഗറിയിൽ എത്ര ബുക്സ് ഉണ്ടോ അത് കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഷെൽഫായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുക. അത് എന്താ പറയാ, എത്ര ബുക്സ് ഉണ്ട്, അത് ഓരോന്നിന്റെ സൈസ് എന്ത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാം. പിന്നെ വേറെ ആലോചിക്കാവുന്ന കാര്യമാണ്, അതായത് എപ്പോഴും ആൾക്കാര് ഭയങ്കര ഡിമാൻഡുള്ള ബുക്സ് ഉണ്ടാവും. ആ ബുക്സ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ വെക്കും. അധികം ആരും എടുക്കാൻ വരാത്ത ബുക്സ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് മുകളിലെ ഷെൽഫിൽ റാക്കിൽ വെക്കും. കാരണം അത് എപ്പോഴും എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്സിനെ വേണമെങ്കിൽ നമുക്ക് കാറ്റഗറി ആയിട്ട് തിരിക്കാം, അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ തിരിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെ ഈ എന്താ പറയാ, ബുക്സ് അറേഞ്ച് ചെയ്യുന്ന, അതായത് ഏത് കബോർഡിൽ ഏത് ഷെൽഫിൽ ബുക്സ് വെക്കണം, ഓരോ ബുക്കിനും സ്യൂട്ട് ആവുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതേപോലെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാ സോഫ്റ്റ്വെയറിനും ഡേറ്റ വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഏതെങ്കിലും ഒരു പ്ലേ സ്റ്റോറിൽ പോയിട്ട് എന്തൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും എന്തൊരു കാര്യം, ഇപ്പൊ ബാങ്കിങ് സോഫ്റ്റ്വെയർ, നമ്മൾക്കൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ ബാങ്കിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് വെറുതെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാം, നമ്മുടെ ബാലൻസ് എത്രയാന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തരുന്നത് ഒരു ബാങ്കിങ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നമ്മൾ ആ ബാങ്കിങ് സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിൽ അതിന്റെ മെയിൻ ഒരു സാധനമാണ് അതിന്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, ബാങ്കിന്റെ കേസിലാണെങ്കിൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള എല്ലാവരുടെയും ഡേറ്റയാണ്. അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ പേര്, ബാക്കി വിവരങ്ങൾ, പ്ലസ് അവരുടെ ബാങ്ക് ബാലൻസ്, അവർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ, ഇതൊക്കെയാണ് ആ ബാങ്കിങ് സോഫ്റ്റ്വെയറിന്റെ ഡേറ്റ. ആ ഡേറ്റ ആ ബാങ്കിങ് സോഫ്റ്റ്വെയർ എങ്ങനെയാണ് പ്രോപ്പർലി സ്ട്രക്ചർ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അതിൽ ഓരോ സാധനം സ്റ്റോർ ചെയ്യാനും അതിന് കറസ്പോണ്ടിങ് ആയി അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഡേറ്റ സ്ട്രക്ചർ വേണം. ഇപ്പൊ നമ്മളുടെ ഒരാളുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ അയാളുടെ നെയിം, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ഈ വക കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ ഒരു ഡേറ്റ സ്ട്രക്ചർ ഉണ്ടാവും. ഇങ്ങനെ പല ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടാവും, അവരുടെ മണി, ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ ഓരോ രീതിയിൽ ആ യൂസ് കേസിനനുസരിച്ചുള്ള ഡേറ്റ സ്ട്രക്ചർ വേണം. അപ്പൊ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോറേജ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ ആണ്. അതിനാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാം. അത് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ യൂഷ്വൽ സബ്ജക്ട് എന്ന് പറയുന്നത് ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതംസ് എന്നാണ് പറയാം. അപ്പൊ ഈ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോർ ചെയ്ത ഡേറ്റന്ന് ഒന്നുകിൽ ഡേറ്റ റിട്രീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡേറ്റ പ്രോസസ് ചെയ്യാൻ പല രീതിയിലുള്ള പ്രോസസ്സിങ് വേണം. അതിന് നമുക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ട്, അതായത് ഇപ്പം നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഒരുപാട് ടൈം എടുക്കാണ്ട് പെട്ടെന്ന് നമ്മുടെ ട്രാൻസാക്ഷൻ നടക്കുകയാണ്, നമ്മുടെ ക്യാഷ് ട്രാൻസ്ഫർ പെട്ടെന്ന് നടക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യുമ്പം ഫാസ്റ്റ് ആയിട്ട് റെസ്പോൺസ് കിട്ടുക.
ഈ വക കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള അൽഗോറിതംസ് ഇംപ്ലിമെന്റഡ് ആയിരിക്കും. അപ്പൊ ഈ ഡേറ്റ സ്ട്രക്ചറിന്റെ മുകളിൽ ഇംപ്ലിമെന്റ് ചെയ്ത അൽഗോറിതംസ് ആൻഡ് ദ ഡേറ്റ സ്ട്രക്ചർ, അതാണ് നിങ്ങളുടെ യൂഷ്വലി S3യിലുള്ള ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോറിതംസ് എന്ന് പറയുന്ന സബ്ജക്ട്. അപ്പൊ ഈ സെഷൻ കൊണ്ട് നമ്മൾ ഈ സ്ലൈഡിൽ പറയുന്ന കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ അൽഗോരിതംസ് ടച്ച് ചെയ്യാൻ അധികം ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനേ തരുള്ളൂ. കോമൺലി യൂസ്ഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ്, നമ്മുടെ സബ്ജക്ട് വൈസ് ചിലപ്പോൾ കുറേ ഡേറ്റ സ്ട്രക്ചേഴ്സ് നിങ്ങളിപ്പം തിയററ്റിക്കലി പഠിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ശരിക്കും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പം യൂസ് ചെയ്യുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കോമൺ ഡേറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മൾ അതിനെ പറ്റി പറഞ്ഞു പോവും. പിന്നെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ട ഡേറ്റ സ്ട്രക്ചർ ഏതാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് യൂഷ്വലി ഡിസൈഡ് ചെയ്യുക. പല കാര്യങ്ങളെ പറ്റി ആലോചിച്ച് ഫൈനലി ഏതാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ എന്ന് ചൂസ് ചെയ്യുന്ന ആ പ്രൊസീജിയർ, അതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ പറയേണ്ടത് സ്പേസ് ആൻഡ് ടൈം കോംപ്ലക്സിറ്റി ആണ്. അതായത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ നീന പറഞ്ഞു, ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ്. അതിനകത്ത് ഒരു ഡേറ്റ സ്ട്രക്ചർ കിട്ടിയാൽ അതിലേക്ക് എങ്ങനെയാണ് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക, റിമൂവ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പം ഓരോ ഡേറ്റ സ്ട്രക്ചറും എന്ത് യൂസ് കേസിലാണ് സ്പെഷ്യൽ, ഏത് ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്താലാണ് ലെസ് മെമ്മറിയിൽ നമുക്ക് കാര്യങ്ങൾ നടക്കുക, അല്ലെങ്കിൽ ഏത് ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്താലാണ് ഫാസ്റ്റ് പ്രോസസ്സിംഗ് ഉണ്ടാവുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾ പഠിക്കുന്ന വേറൊരു കാര്യമായിരിക്കും കോംപ്ലക്സിറ്റി. കോംപ്ലക്സിറ്റി എന്ന് പറയുന്നതും ഇപ്പം ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്, സ്പേസ് കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ സപ്പോസ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പം സെയിം കാര്യം നിങ്ങൾക്ക് നടക്കാം, സെയിം സൊല്യൂഷന് വേണ്ടി മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതിന് യൂഷ്വലി ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇതിൽ ഏത് ഡൗൺലോഡ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പം കുറച്ച് സ്പേസ് യൂസ് ചെയ്യുന്ന സാധനമായിരിക്കും ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ്. റിവ്യൂസ്, റേറ്റിംഗ്സ് ഒക്കെ നമ്മൾ നോക്കും. പക്ഷെ നമ്മുടെ ഫോണിൽ സ്പേസ് കുറവാണെങ്കിൽ കുറച്ച് സ്പേസ് യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത് എടുക്കും. ചില കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിരിക്കും, നമ്മുടെ ഫോൺ മൊത്തത്തിൽ സ്ലോ ആയി പോകും. അപ്പം നമുക്ക് മനസ്സിലാവും ഈ ആപ്പ് റൺ ആകുമ്പോൾ ബാക്കിയെല്ലാം സ്ലോ ആവുന്നു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഓരോ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം ഇങ്ങനെ സ്പേസ്, ടൈം, ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ ആലോചിച്ചിട്ട് വേണം അത് ഡെവലപ്പ് ചെയ്യാൻ. അതിന് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഏത് ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. പിന്നെ കുറച്ച് റിയൽ വേൾഡ് പ്രോബ്ലംസ് എടുത്തിട്ട് അതിന്റെ റിക്വയർമെന്റ്സ് നോക്കിയിട്ട് ഏത് ഡേറ്റ സ്ട്രക്ചർ ആണ് അതിൽ മാച്ച് ആവുന്നത് എന്നുള്ളത് യൂസ് കേസ് ബൈ യൂസ് കേസ് നമുക്ക് കുറച്ച് നോക്കാം. ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ഞാൻ ജസ്റ്റ് വെച്ചത്, ഈ സ്ലൈഡ് ഞാൻ എന്തിനാ വെച്ചതെന്ന് വെച്ചാൽ, ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാനും ഈ സബ്ജക്ട് പഠിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ എവിടാണ് യൂസ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉള്ള പ്രോബ്ലംസിൽ ഏതെങ്കിലും നമുക്ക് ഈ ഡേറ്റ സ്ട്രക്ചർ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അറിയാണ്ടാണ് ആ പഠിച്ചതൊക്കെ. അപ്പം ഇപ്പൊ ആലോചിക്കുമ്പം അതിനൊക്കെ കുറച്ചും കൂടെ മീനിങ് വരുന്നതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് എക്സാമ്പിൾസ് വെറുതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇട്ടതാണിത്. ഇപ്പൊ ഓൾറെഡി നമ്മൾ ലൈബ്രറിയുടെ എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഒരു ലൈബ്രറി ഷെൽഫിൽ ബുക്സ് സ്റ്റോർ ചെയ്യുന്നത് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡേറ്റ സ്ട്രക്ചർ പ്രോബ്ലം ആണ്. ഇപ്പം ഒരുപാട് എലമെന്റ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, എന്തെങ്കിലും ഒരു ടൈപ്പ് സാധനം. ഇപ്പൊ കുറെ ബുക്സ് ഉണ്ട് കയ്യിൽ, അതിനെ വെച്ചിരിക്കുന്ന ഓർഡറിൽ നിന്ന് റിവേഴ്സ് ഓർഡറിൽ തിരിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ അതും ഒരു ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതംസ് പ്രോബ്ലം ആണ്. നിങ്ങളൊരു ബസ്സിനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ ഒരു ക്യൂ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ക്യൂ ഇംപ്ലിമെന്റേഷൻ ആണെങ്കിലും അതും ഒരു ഡേറ്റ സ്ട്രക്ചർ പ്രോബ്ലം ആണ്. പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫർമേഷൻ, നമ്മളെല്ലാവരും ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെ പല കാര്യങ്ങളും യൂസ് ചെയ്യുന്നവരായിരിക്കും. ആ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നമ്മളുടെ ഫ്രണ്ട്സ് ഇൻഫർമേഷൻ, അപ്പൊ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, എനിക്കൊരു ഫ്രണ്ട്സ് ലിസ്റ്റ് ഉണ്ട്, അവർക്ക് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, അവർ ചിലപ്പോൾ ബാക്ക്വേർഡ്സ് എന്നായിട്ട് ഫ്രണ്ട് ആയിരിക്കും. ഈ വക കാര്യങ്ങൾ മുഴുവൻ സ്റ്റോർ ചെയ്യുന്നത് ഒരു
ഡേറ്റ സ്ട്രക്ചർ റിലേറ്റഡ് പ്രോബ്ലം ആണ്. പിന്നെ ഗൂഗിൾ മാപ്സ് എല്ലാവർക്കും അറിയാം, നമ്മൾ നിൽക്കുന്ന ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത്, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ആയിരിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ കണക്ട് ആയിട്ടുണ്ട്, ഇതൊക്കെ ഒരു ഗ്രാഫ് പോലെ മാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ പ്രോബ്ലം ആണ്. അതുപോലെ നിങ്ങൾ ഡ്രൈവ് ത്രൂ റെസ്റ്റോറൻറ്റ്സ് കണ്ടിട്ടുണ്ടാവും. ഒരു സൈഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് ഫുഡ് എടുക്കുക, അപ്പുറത്തേക്ക് പിന്നെ ഡ്രൈവ് ഔട്ട് ചെയ്ത് പോവാ. അവിടത്തെയും കൗണ്ടറും ടിക്കറ്റിങ്ങും ഇതൊക്കെ ഡേറ്റ സ്ട്രക്ചർ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. ഇനി ഒരുപാടില്ല, കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത്തിരി ഡേറ്റ സ്ട്രക്ചേഴ്സ് നമുക്ക് ജസ്റ്റ് ടച്ച് അപ്പോൺ ചെയ്തു പോവാം. എപ്പോഴും നമ്മളെല്ലാവരും ആദ്യമേ പറയുന്ന ഒരു സംഭവമാണ് അറേസ്. അറേസ് പറയുന്നതിന് മുന്നേ നമ്മളൊരു സിമ്പിൾ സി പ്രോഗ്രാം എഴുതുക. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഫസ്റ്റ് ഇയറിൽ സി ആണ് പഠിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അസംഷൻ. അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും നമ്മൾ ചുമ്മാ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ആ വേരിയബിളിലേക്ക് ഒരു എന്തെങ്കിലും ഒരു വാല്യൂ അസൈൻ ചെയ്താൽ ആ വേരിയബിൾ വരെ ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് ഉള്ള ഒരു ഡേറ്റ സ്ട്രക്ചർ. ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഇൻറ്റീജർ നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ട് അതിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്താൽ അതാണെങ്കിലും ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. ആ വക ബേസിക് ഡേറ്റ ടൈപ്സിനെ പറ്റിയിട്ട് നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്യുന്നില്ല. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഡേറ്റ ടൈപ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതില് അറേസിനെ പറ്റി സ്റ്റാർട്ട് ചെയ്യാം. അറേസ് ആണ് നമ്മൾ കൂടുതലായിട്ടും കോളേജിലാവുമ്പം പഠിക്കുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് അറേസ്. അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും സെയിം ടൈപ്പ് ആയിരിക്കും. സോ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, ഇതിലിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഓൺലൈൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിനേക്കാളും കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു സ്കൂളിലെ കുട്ടികളുടെ റെക്കോർഡ്സ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി സ്കൂളുകളിലൊക്കെ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. അപ്പം ആ സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിൽ എല്ലാ സ്റ്റുഡൻസിന്റെയും ഇൻഫർമേഷൻ വേണമെങ്കിൽ നമുക്ക് അറേസിൽ സ്റ്റോർ ചെയ്യാം. കാരണം സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ഒരു കോമൺ ഡേറ്റ ടൈപ്പ് ആണ്. ഒരു കളക്ഷൻ ഓഫ് സ്റ്റുഡൻസിന്റെ ഇൻഫർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അറേ യൂസ് ചെയ്യാം. ഈ അറേക്ക് ഉള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇൻഡെക്സ് വെച്ചിട്ട് റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 മുതൽ അങ്ങനെ ആണ് അറേയുടെ നമ്പറിങ് ഇൻഡെക്സിങ് പോകുന്നത്. അപ്പൊ നമുക്ക് അറേ എന്ന് പറയുമ്പം അറേയുടെ ലെങ്ത് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യണം. അതായത് നമ്മളൊരു അറേ ഡിഫൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയണം, അതായത് അത് ഇത്ര സൈസിന്റെ അറേ ആണെന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് മാത്രം ഡേറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ആളുടെ, അപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റുഡന്റ് ഇൻഫർമേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന്. ഒരു 50 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് ആണ്. ആ 50 കുറയാനും കൂടാനും പോകുന്നില്ല, കാരണം അതൊരു ഫിക്സഡ് നമ്പർ ആണ്. മോസ്റ്റ്ലി കൂടിപ്പോയാൽ 1, 2 അങ്ങോട്ടോ കുറയോ കൂടുകയോ ചെയ്യും. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് എത്ര സ്പേസ് വേണം എന്ന് അറിയുന്ന പ്രോബ്ലംസിനാണ് നമ്മൾ അറേ യൂസ് ചെയ്യുക. കാരണം അറേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അറേയിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം അറേക്ക് ഇൻഡെക്സ് ചെയ്യണം. 0 മുതൽ 50 വരെ ആണെങ്കിൽ അത്രയും മെമ്മറി ലൊക്കേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടാണ് അറേസ് ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഫിക്സഡ് ഡേറ്റ സെറ്റ് ഉള്ള പ്രോബ്ലംസിനാണ് യൂഷ്വലി അറേസ് യൂസ് ചെയ്യുക. പിന്നെ അനദർ ബെനിഫിറ്റ് ഓഫ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറേ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏത് ഇൻഡെക്സിൽ നിന്നും ഏത് ഇൻഫർമേഷൻ വേണമെങ്കിലും ഫാസ്റ്റ് ആയിട്ട് റിട്രീവ് ചെയ്യാം. അറേന്ന് ഇപ്പം 8th പൊസിഷനിലുള്ള എലമെന്റ് എടുക്കാനാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആണ് അറേ. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസിനാണ് നമ്മൾ അറേ യൂസ് ചെയ്യുക യൂഷ്വലി. അപ്പൊ ഇപ്പൊ പറഞ്ഞ മാതിരി ഒരു സ്റ്റുഡന്റ് റോൾ നമ്പർ ഇത്രയുള്ള ഒരു സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷൻ ഫാസ്റ്റ്, ഇപ്പം ഈ അറേയിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0. ഇപ്പൊ 0th പൊസിഷനിലുള്ളത് റോൾ നമ്പർ, സപ്പോസ് 0 റോൾ നമ്പർ നമ്മൾ പറയുമെങ്കിൽ ആ റോൾ നമ്പർ 0യുടെ ഇൻഫർമേഷൻ ആണ്, സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷൻ ആണ് ഫസ്റ്റ് പൊസിഷനിൽ, റോൾ നമ്പർ 1ന്റെ ഇൻഫർമേഷൻ ആണ് സെക്കൻഡ് പൊസിഷനിൽ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ട് എനിക്ക് റോൾ നമ്പർ 8 ഉള്ള ആളുടെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറേ പോലത്തെ ഒരു ഡേറ്റ സ്ട്രക്ചറിൽ നിന്ന് അത് ഫെച്ച് ചെയ്യാൻ വളരെ
ഈസിയാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോഴാണ് അറേസ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ആണ് ലിങ്ക് ലിസ്റ്റ്. ഇത് നമ്മൾ അറേസ് പോലെ തന്നെ വളരെ കൂടുതലായിട്ട് നമ്മുടെ ഡേ ടു ഡേ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈക്കിൾസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. ലിങ്ക് ലിസ്റ്റിന്റെ അറേയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ലിങ്ക് ലിസ്റ്റിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിങ്ക് ലിസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്നുള്ളത് ആദ്യമേ പറയേണ്ട കാര്യമില്ല. കാരണം ഒരു ലിങ്ക് ലിസ്റ്റിന് നമ്മൾ ആകെ ഒരു ഹെഡും ടെയിലും ഡിഫൈൻ ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ്, അതായത് ആകെ ഒരു എലമെന്റേ ഉള്ളെങ്കിൽ ഒരു ജസ്റ്റ് വൺ എലമെന്റ് ഡിഫൈൻ ചെയ്താൽ മതി. ബാക്കിയുള്ള മെമ്മറി നേരത്തെ റിസർവ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് സ്പേസ് കുറവ് എടുക്കേണ്ട അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ യൂഷ്വലി പ്രിഫർ ചെയ്യാം ലിങ്ക് ലിസ്റ്റ് ഓവർ അറേ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കാണാം പല ടൈപ്പ് ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു നോമൻക്ലേച്ചർ ആണ്. അതിന് ശരിക്കുള്ള സ്പെസിഫിക് ടൈപ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, ഡബിൾ ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. സിംഗിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലും നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഒരു പിക്ചർ വരച്ചു കഴിഞ്ഞാൽ തിയറട്ടിക്കലി അത് എന്താന്ന് മനസ്സിലാവുമായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളൊരു വെബ് ബ്രൗസർ എടുത്തിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു URL ടൈപ്പ് ചെയ്തു, ഇപ്പൊ www.google.com അല്ലെങ്കിൽ facebook.com എന്ന് ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ഒരു URL-ഉം കൂടെ ഒന്നും കൂടെ വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തു. നമ്മുടെ വെബ് ബ്രൗസറിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാവും. അപ്പൊ പ്രീവിയസ് ബട്ടണിൽ ഞെക്കി അതിന് മുന്നേ നമ്മൾ ഏത് പേജിലായിരുന്നോ അങ്ങോട്ട് പോകും. നെക്സ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പിന്നെ നമ്മൾ എന്താണോ ആക്സസ് ചെയ്തിരുന്ന ആ ബ്രൗസറിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഡബിൾ ലിങ്ക് ലിസ്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ്. അതായത് ഓരോ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡബിൾ ലിങ്ക് ലിസ്റ്റിലെ ഓരോ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പെസിഫിക് വെബ് പേജ് ആയിരിക്കും. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ എന്താണോ എടുത്തത് ആ URL ഇൻഫർമേഷൻ ആയിരിക്കും. അവിടുന്ന് പ്രീവിയസ് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ എന്തായിരുന്നു നമ്മൾ ആക്സസ് ചെയ്തത് അത് അങ്ങനെ. ഇനി ലിങ്ക് ലിസ്റ്റിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഇംപ്ലിമെന്റേഷൻ ആയിട്ട് രണ്ട് ഡേറ്റ സ്ട്രക്ചേഴ്സും കൂടെ ഉണ്ട്. അതാണ് സ്റ്റാക്സ് ആൻഡ് ക്യൂസ്. സ്റ്റാക്ക് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലിങ്ക് ലിസ്റ്റ് തന്നെയാണ്. അതിന് സ്പെസിഫിക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കുറെ പ്ലേറ്റ്സ് സ്റ്റാക്ക് ചെയ്ത മാതിരിയാണ്. അതിപ്പോ നമ്മൾ വീട്ടിൽ പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കുറെ പ്ലേറ്റ്സ് ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് എടുക്കുമ്പം ഏറ്റവും മുകളിൽ നിന്നായിരിക്കും ഫസ്റ്റത്തെ പ്ലേറ്റ് എടുക്കുന്നത്, പിന്നെ നെക്സ്റ്റ് പ്ലേറ്റ് എടുക്കുന്നത്. അങ്ങനെ താഴേന്ന് പെട്ടെന്ന് അങ്ങനെ ഇടയ്ക്കൊന്ന് വലിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുപോലെയാണ് സ്റ്റാക്ക്. സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് LIFO, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന പോളിസിയാണ്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ഡേറ്റ സ്ട്രക്ചറിലേക്ക് എന്താണോ ഇൻസേർട്ട് ചെയ്തത് അത് നമുക്ക് ഫസ്റ്റ് തിരിച്ച് ആക്സസ് ചെയ്യാം. നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങൾ ക്യാഷ് മെമ്മറി എന്ന് കേട്ടിട്ടുണ്ടാവും. ക്യാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ആണെങ്കിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ക്യാഷിംഗ്. ക്യാഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആക്സസ് ചെയ്യുന്ന സാധനങ്ങൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. അപ്പം എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ കാണാത്ത സാധനങ്ങൾ മാത്രമാണ് ശരിക്കുള്ള മെമ്മറി. റാം ആണെങ്കിലും റാമിൽ പോയിട്ട് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ഡെസ്കിൽ പോയി ചെക്ക് ചെയ്യുമൊക്കെ ഈ ക്യാഷ് മെമ്മറിയിൽ ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് ക്യാഷ് മെമ്മറി ഇതുപോലെ അലയിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വേർഡ് ഡോക്യുമെന്റ് അലയിക്കാം. ഒരു വേർഡ് ഡോക്യുമെന്റിൽ നമ്മളിപ്പോ സപ്പോസ് ഒരു സ്റ്റോറി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേർഡ് ഡോക്യുമെന്റിൽ എഴുതിയത് എന്തെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ Ctrl+Z പ്രസ് ചെയ്യും, അതായത് അൺഡു ഓപ്പറേഷൻ ചെയ്യും. അതായത് ലാസ്റ്റ് നമ്മൾ ചെയ്ത സാധനം അങ്ങനെ റിമൂവ് ചെയ്ത് പോകാൻ.
അത് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു സ്റ്റാക്ക് പോലെയാണ്. ഏറ്റവും അവസാനം ഓരോരോ സേവ് ചെയ്യുന്നത് ഈ സ്റ്റാക്കിലേക്ക് പോകും. അൺഡു ചെയ്യുമ്പം ഏറ്റവും ലാസ്റ്റ് സേവ് ചെയ്തത് എന്താണോ അതാണ് അൺഡു ചെയ്യാം. അപ്പം അൺഡു ഓപ്പറേഷൻ ഇൻ എ വേർഡ് ഡോക്യുമെന്റ് നമുക്ക് ഒരു സ്റ്റാക്കിന്റെ ഇംപ്ലിമെന്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ ക്യൂ എന്നുള്ള പേരിൽ തന്നെ നമ്മൾ യൂഷ്വലി ഇപ്പൊ ഒരു ബസ്സിന്റെ ക്യൂ ആണെങ്കിലും യൂഷ്വലി നമ്മളെ ക്യൂ എന്നുള്ള വേർഡിന്റെ മീനിങ് തന്നെയാണ് ക്യൂ ഡേറ്റ സ്ട്രക്ചറിനും. അതായത് ക്യൂവിന് ഒരു ഫ്രണ്ടും ഉണ്ട് റെയറും ഉണ്ട്. നമ്മൾ റെയർ സൈഡിലേക്കാണ് എലമെന്റ്സിനെ എൻക്യൂ ചെയ്യുന്നത്, ഡിക്യൂ ചെയ്യുന്നത് ഫ്രണ്ട് എന്നാണ്. ഈ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ക്യൂ. ഇപ്പൊ ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സ്പൂൾ പ്രിന്റർ ആണ്. ഇപ്പൊ നിങ്ങളൊക്കെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ അവിടെ എല്ലാ എംപ്ലോയീസിനും കൂടെ കുറച്ച് പ്രിന്റേഴ്സേ ഉണ്ടാവുള്ളൂ ഓഫീസിൽ. അപ്പൊ നമുക്കൊരു പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ആ പ്രിന്ററിലേക്ക് ഒരു ക്യൂ ഓപ്പറേഷൻ സെൻഡ് ചെയ്യും. അതുപോലെ പല എംപ്ലോയീസും പ്രിന്ററിലേക്ക് പ്രിന്റ് ഓപ്പറേഷൻ സെൻഡ് ചെയ്യുന്നുണ്ടാവും. ആരാണോ ആദ്യം പ്രിന്റ് സെൻഡ് ചെയ്തത് അവരുടെ പ്രിന്റ് ആയിട്ട് അവിടെ ഓൾറെഡി പ്രിന്റഡ് ആയിരിക്കും. അതുപോലെ ആ ഏത് ഓർഡറിലാണോ ക്യൂ ഓപ്പറേഷൻ കമാൻഡ് ഈ പ്രിന്ററിന് റിസീവ് ആവുന്ന അതേ ഓർഡറിലാണ് ആ പ്രിന്റർ അത് പ്രോസസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം വന്ന ഓർഡർ ഫസ്റ്റ് പ്രോസസ് ആവും. ഈ ട്രീസ് എന്ന് പറഞ്ഞത് കുറച്ചും കൂടെ ഇപ്പം നമ്മൾ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് ഡേറ്റ സ്ട്രക്ചർ ആണ്. ഒരു ട്രീക്ക് ഒരു റൂട്ട് എലമെന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ റൂട്ടിന് ചിൽഡ്രൻ എലമെന്റ്സ് ഉണ്ടാവും, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും. ചില കേസസിൽ ഈവൻ മോർ ദാൻ 2 ചിൽഡ്രൻ ഉണ്ടാവാം ഒരു ട്രീ ഡേറ്റ സ്ട്രക്ചറിന്. പല ടെർമിനോളജീസ് ഒക്കെ ഇവിടെ ഓൾറെഡി പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ചിൽഡ്രൻ എലമെന്റ്സ് അതിന് തന്നെയാണ്. ഇപ്പൊ അത് ഈ പിക്ചറിലാണെങ്കിൽ എ ആൻഡ് ബി സിബ്ലിങ്സ് ആണ്. ലീഫ് നോട്ട്സ് എന്ന് പറയാം. ഹൈറ്റ് ഓഫ് ദ ട്രീ എന്താന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈച്ച് ലൈൻ ഇൻ ദ ഡേറ്റ സ്ട്രക്ചർ അതിന് നമ്മൾ എഡ്ജ് എന്നാണ് പറയുന്നത്. ട്രീ ഡേറ്റ സ്ട്രക്ചറിന് ഒരു ബേസ് ഡേറ്റ സ്ട്രക്ചർ ആണ്. ഇതിന് വേറെയും പല രീതിയിലുള്ള ട്രീസ് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ബൈനറി ട്രീ, ബൈനറി സെർച്ച് ട്രീ, AVL ട്രീ, അങ്ങനെ ഒരുപാട് ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് വേറെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊന്നും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കോളേജിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഡൊമൈൻ നെയിം സെർവർ ആണ്. നിങ്ങൾ DNS പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ജസ്റ്റ് ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ബ്രൗസർ എടുത്ത് www.google.com എന്ന് ടൈപ്പ് ചെയ്യുമ്പം നിങ്ങൾക്കറിയാം നെറ്റ്വർക്കിംഗ് എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ നെറ്റ്വർക്കിങ്ങിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഒരു www.google.com എന്ന് അടിച്ചാലും അതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ കാണുന്ന ഫുൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏതോ ഒരു വെബ് സെർവറിന്ന് നമുക്ക് റിട്രീവ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യണമെങ്കിൽ അതിന് ഈ www.google.com എന്നുള്ള പേര് മാത്രം പോരാ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു IP അഡ്രസ് വേണം. ഡൊമൈൻ നെയിം സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൗഡിലുള്ള ഒരു സെർവർ ആണ്. ഈ സെർവറിനകത്ത് ലോകത്തുള്ള എല്ലാ URLസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് ഉണ്ടാവും. അപ്പം ആ സെർവർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഇതുപോലെ ഒരു ഹൈറാർക്കിക്കൽ ട്രീ ഡേറ്റ സ്ട്രക്ചറിലാണ്. അപ്പൊ ആദ്യം തന്നെ ഒരു റൂട്ട് ഡൊമൈൻ ഡോട്ട് കാണാം. അതിന്റെ ചിൽഡ്രൻ ആണ് ബാക്കി നമ്മൾ കാണുന്ന ഈ .edu, .com, .gov ഇതൊക്കെ അതിന്റെ ചിൽഡ്രൻ ആണ്. ഇനി ആ കോമിനകത്താണ് ബാക്കി നമ്മുടെ microsoft.com, google.com ഇങ്ങനെയുള്ള ബാക്കി സംഭവങ്ങളൊക്കെ വരാം. ഇനി അതിൽ മൈക്രോസോഫ്റ്റിനകത്ത് അതിന്റെ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് വേറെ ഡൊമൈൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ sales.microsoft.com എന്ന് ബ്രൗസറിൽ ടൈപ്പ് ചെയ്താൽ നമ്മുടെ ബ്രൗസർ ആദ്യം ചെയ്യുന്നത് അതിന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൊമൈൻ നെയിം സെർവറിൽ പോയി ഈ sales.microsoft.com കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പം അത് ആദ്യം ചെയ്യുന്നത് ആ റൂട്ട് ഡൊമൈനിന്ന് .com എന്ന് പറയുന്ന ഒരു ചൈൽഡിലേക്ക് പോവും. ആ കോം എന്ന് അടുത്ത ചൈൽഡ് മൈക്രോസോഫ്റ്റ് സെർച്ച് ചെയ്യും. മൈക്രോസോഫ്റ്റ് എന്ന് സെയിൽസ്, ആൻഡ് ഫൈനലി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു IP അഡ്രസ് റിട്രീവ് ചെയ്യും. അപ്പൊ ഇവിടെ കണ്ടാൽ അറിയാം
ഇങ്ങനെ ഈ ടൈപ്പ് ഇൻഫർമേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ട്രീ ഡേറ്റ സ്ട്രക്ചറിൽ ഓർഗനൈസ് ചെയ്യുന്നതാണ് ഈസി. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ ഡൊമൈൻ നെയിം സിസ്റ്റം കാണിക്കുന്നത്. ട്രീസിന്റെയും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് ഗ്രാഫ്. ട്രീയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരന്റിന് ചിൽഡ്രനിലേക്ക് മാത്രമാണ് കണക്ഷൻ ഉള്ളൂ. ഗ്രാഫിലാവുമ്പം അങ്ങനെ റിസ്ട്രിക്ഷൻ ഇല്ല, ഏത് നോഡ് വേണമെങ്കിലും ഏത് നോഡിലേക്കും കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് GPS, നമ്മുടെ നാവിഗേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ് ഒക്കെ ഇതുപോലെ കൺസിഡർ ചെയ്യാം. ഇപ്പം ഇതില് 0, 1, 2, 3 എന്നൊക്കെ എഴുതി ഓരോന്നും ഓരോ പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓരോ പ്ലേസിനും വേറെ ഏതൊക്കെ പ്ലേസസിലേക്ക് റോഡ്സ് ഉണ്ടോ അതാണ് ഈ എഡ്ജ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ വേർട്ടെക്സ് എന്ന് പറയുന്നത് ഓരോ പ്ലേസ് ആയിരിക്കും. അപ്പൊ സെയിം ഇപ്പൊ 0-ൽ നിന്ന് 1-ലേക്ക് റീച്ച് ചെയ്യാൻ 0-1 എന്ന പാത്ത് ഉണ്ട്, അതേപോലെ 0-4-1 എന്ന പാത്ത് ഉണ്ട്, 0-4-3-1 എന്ന പാത്ത് ഉണ്ട്. പല രീതിയിൽ നമുക്ക് 1-ലേക്ക് എത്താം. അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണോ എന്ന് കണ്ടുപിടിച്ച് അങ്ങനത്തെ അൽഗോറിതംസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ യൂഷ്വലി ഉള്ള മാപ്സ് അല്ലെങ്കിൽ നാവിഗേഷൻ സിസ്റ്റംസ്. നാവിഗേഷൻ സിസ്റ്റംസ് എല്ലാം ഗ്രാഫ് ഡേറ്റ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഹീപ്സ് ഞാൻ അധികം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു ട്രീ ഡേറ്റ സ്ട്രക്ചർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ട്രീ ഡേറ്റ സ്ട്രക്ചറിന്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ആയിട്ട് പല രീതിയിലുള്ള ട്രീ ഡേറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ ആണ് ഹീപ്പ്. ഹീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹീപ്പിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ട്രീ തന്നെയാണ്, പക്ഷെ ഇപ്പൊ ഒരു മിൻ ഹീപ്പ് എടുക്കുവാണെങ്കിൽ നമ്മളുടെ പാരന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ചിൽഡ്രനേക്കാൾ കുറവായിരിക്കും. ഇവിടെ 10, 15, 30 ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത പോലെ. അതുപോലെ മാക്സ് ഹീപ്പ് എന്ന് പറഞ്ഞാൽ റൂട്ട് നോഡിനായിരിക്കും ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പ്രയോറിറ്റി ക്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യും. ക്യൂ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു ബസ്സിന്റെ ക്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആദ്യം ക്യൂവിൽ നിൽക്കുന്ന ആളായിരിക്കും ആദ്യം ബസ് കയറാം. പക്ഷെ ചില കേസസിൽ ഇപ്പൊ നമ്മളൊരു പാസ്പോർട്ട് ഓഫീസിലോ അങ്ങനത്തെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ പ്രയോറിറ്റി ക്യൂ ഉണ്ടാവും. അതായത് ചിലപ്പോൾ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ള ആൾക്കാർ വന്നാൽ അവരെ നമ്മൾ ഫസ്റ്റ് കടത്തിവിടും. അങ്ങനത്തെ പ്രയോറിറ്റി ക്യൂ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഇതുപോലെ ഹീപ്പ് ട്രീ ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ട ഡേറ്റ സ്ട്രക്ചർ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കാം. അതിന് യൂഷ്വലി നമ്മൾ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം ഈ സൊല്യൂഷൻ എന്തൊക്കെ ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഈ സൊല്യൂഷന്റെ ഈ സൊല്യൂഷനിലെ ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്തൊക്കെ ഇൻസേർട്ട് ചെയ്യാനുള്ള യൂസ് കേസ് ആണോ കൂടുതൽ, അതോ ഡേറ്റ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ ഇതിന് ഡേറ്റ സെർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ എല്ലാ പോസിബിൾ യൂസ് കേസസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ഡിസ്കസ് ചെയ്യേണ്ടത് റിസോഴ്സ് കൺസ്ട്രെയിൻസ് ആണ്. ഇപ്പൊ നമ്മളൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് സെറ്റ് ഓഫ് റിസോഴ്സസ് ഉണ്ട്. കമ്പ്യൂട്ടറിന്റെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ മെയിൻലി മെമ്മറി ആൻഡ് പ്രോസസ്സിംഗ് ആണ്. നമ്മുടെ ഓരോ കമ്പ്യൂട്ടറിനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫിസിക്കൽ മെമ്മറി ഉണ്ട്, വെർച്വൽ മെമ്മറി ഉണ്ട്. അതുപോലെ അതിന്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ പുതുതായിട്ടൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പം നമുക്ക് തരുന്ന സെറ്റ് ഓഫ് റിക്വയർമെന്റ്സിൽ ഫസ്റ്റ് ആണ് ഇതിന് മാക്സിമം ഇത്ര മെമ്മറിയെ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇതിൽ കൂടുതൽ ഇതിന് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറി യൂസ് ചെയ്യരുത്. പ്രോസസ്സിംഗ് പറയുമ്പം ആൾക്കാർ പറയുന്ന കാര്യങ്ങളുണ്ട്, ഇതിന് ഇത്രയും സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, പക്ഷെ ഈ ഓപ്പറേഷൻ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കണം, മറ്റേത് കുറച്ച് സ്ലോ ആയാലും കുഴപ്പമില്ല, ആൾക്കാർ ബോധേഡ് ആയിരിക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഡേറ്റ ഒക്കെ നേരത്തെ പോപ്പുലേറ്റ് ചെയ്തിട്ടാണോ ഈ ആപ്ലിക്കേഷൻ അപ്പാവ, അതോ ഡൈനാമിക്കലി യൂസേഴ്സ് തരുന്ന ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട കാര്യമുണ്ടോ. ഇങ്ങനെ പല
കൺസേൺസ് വരും നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ. ആ എല്ലാ കൺസേൺസും ചിന്തിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ആ സോഫ്റ്റ്വെയറിന് വേണ്ട ഡേറ്റ സ്ട്രക്ചർ ചൂസ് ചെയ്യാൻ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം എക്സാമ്പിൾ എടുത്തിട്ട് ഇതിനെപ്പറ്റി നോക്കാം. അതിന് മുന്നേ ഇത് ബാങ്കിങ് പ്രോബ്ലം എടുക്കാം. ഇപ്പൊ ഞാനൊരു പ്രോബ്ലം ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബാങ്കിങ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം. അപ്പോൾ a bank must support many types of transactions with its customers, but we will examine a simple model where customers wish to open accounts, close accounts and add money or withdraw money from accounts. അപ്പോൾ നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു ബാങ്കിൽ നിന്ന് വന്നു, അവർ പറയുന്നു അവർക്കൊരു ബാങ്കിങ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം. ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യണ്ട, പക്ഷെ ബാങ്കിൽ നിന്ന് ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും പിന്നെ ക്യാഷ് ആഡ് ചെയ്യാനും ക്യാഷ് വിത്ഡ്രോ ചെയ്യാനും ഇത്രയും സപ്പോർട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് വേണ്ടത്. അപ്പം ഇതിന് നമ്മൾ ആദ്യം 2 രീതിയിലാണ് ഈ പ്രോബ്ലത്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആലോചിക്കേണ്ടത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡേറ്റ മുഴുവൻ സ്റ്റോർ ചെയ്യാനുള്ള ഡേറ്റാബേസ് സിസ്റ്റം, അത് നമ്മൾ ആദ്യമേ ബാങ്കിനോട് ചോദിക്കും ഇത്രയും എത്ര ആൾക്കാർക്കാണ് ഈ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്, അപ്പൊ ഇത്രയും സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ഡേറ്റാബേസ് സിസ്റ്റം ഞങ്ങൾക്ക് വേണം. പിന്നെ എത്രത്തോളം ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് വർക്ക് ഫ്ലോ ഈ ബാങ്കിന് ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ യൂഷ്വലി ആലോചിക്കുക. അപ്പം ടിപ്പിക്കലി ഒരു കസ്റ്റമർ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക എന്ന് പറയണത് വളരെ റെയർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് വൺസ് ഇൻ എ ലൈഫ് ടൈം ആയിരിക്കും അവർ യൂഷ്വലി അത് ചെയ്യാം. പക്ഷെ ആഡ് മണി വിത്ഡ്രോ മണി എന്ന് പറയണത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാം, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും കസ്റ്റമേഴ്സ് വേണമെങ്കിൽ ഒരു 1 വീക്കോ അല്ലെങ്കിൽ 1 or 2 ഡേയ്സോ വെയിറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. പക്ഷെ അത്രയും സമയം നമുക്ക് ക്യാഷ് ആഡ് ചെയ്താലോ വിത്ഡ്രോ ചെയ്യുമ്പോഴോ ടൈം എടുത്താൽ നമുക്ക് പറ്റില്ല. അപ്പം അതാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. ഇതിൽ ഏതൊക്കെ ഓപ്പറേഷൻ ആണ് ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നമുക്ക് സ്ലോ ആയിട്ട് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആഡ് മണി ചെയ്യാനും വിത്ഡ്രോ മണി ചെയ്യാനും ഇപ്പൊ ATM പോലെ വേറെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും കുറച്ചും കൂടെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ നമ്മൾ ആലോചിക്കും. അപ്പൊ നമ്മള് ഇതിനൊരു ഡേറ്റ സ്ട്രക്ചർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ഡിലീഷൻ എന്ന് പറയുന്നത് ഇവിടെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് ഡിലീഷൻ എത്തിരി കൂടിയാലും കുഴപ്പമില്ല. പക്ഷെ അക്കൗണ്ടിൽ നിന്ന് പ്രോസസ്സിങ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു കാര്യം വരുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് യൂസ് ചെയ്യാനായിരിക്കും നമുക്ക് കൂടുതൽ, അപ്പോഴായിരിക്കും നമ്മുടെ പ്രോബ്ലംസ് കുറച്ചും കൂടി ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഹാഷ് മാപ്പ് എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറും കൂടെ ഉണ്ട്. മാപ്പ് എന്ന് പറഞ്ഞാൽ കീ വാല്യൂ പെയറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. ഈ കീ വാല്യൂ പെയറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഈ ഡേറ്റ സ്ട്രക്ചറിൽ നിന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്യാം. അപ്പൊ ഒരു കീ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഡേറ്റ പെട്ടെന്ന് റിട്രീവ് ചെയ്യാം. ഓരോ ബാങ്ക് അക്കൗണ്ടിനും ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. ആ അക്കൗണ്ട് നമ്പർ റിലേറ്റ് ചെയ്ത് ആ അക്കൗണ്ടിന്റെ ഇൻഫർമേഷൻ ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ഈ മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹാഷ് മാപ്പ് പോലത്തെ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അല്ല, പക്ഷെ ഒരു 8 റിയൽ വേൾഡ് പ്രോബ്ലംസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ആരെങ്കിലും ആൻസർ പറയാൻ റെഡി ആണെങ്കിൽ ഐ ബി ഹാപ്പിയർ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയുന്നതാണ്. പക്ഷെ ഇൻ കേസ് ഈ 8 ക്വസ്റ്റ്യൻസിൽ ഏതിനെങ്കിലും ഒരു നല്ല ഡേറ്റ സ്ട്രക്ചർ ഏതാന്ന് ആർക്കെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ I'll just wait for that. Maybe for a minute I'll wait. ഇതില് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻസർ അറിയില്ലെങ്കിലും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതാണെങ്കിലും
ഓക്കെ ആണ്. നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ ആൻസറിൽ അറൈവ് ചെയ്യാം. ഇത് ജസ്റ്റ് നിങ്ങൾ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലോ ഒരു ടെസ്റ്റ് എഴുതുവാണെങ്കിലോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എനി വൺ, അറ്റ്ലീസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഇതിൽ പറഞ്ഞതാണ്. അപ്പം അതിന്റെ ആൻസർ എങ്കിലും ആർക്കെങ്കിലും റീകളക്ട് ചെയ്യാവോ? എല്ലാവരും പോയോ? ഞാൻ പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് നോക്കുന്നില്ല. ഓ, ചാറ്റ്സിൽ ആൻസർ ഉണ്ടോ? ഒരു മിനിറ്റ്, ചാറ്റ്സ് നോക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് വൺ സ്റ്റാക്ക് കറക്റ്റ് ആണ്. സെക്കൻഡ് വണ്ണിന് ആൻസർ ഉണ്ട്. സ്റ്റാക്ക്, ലെറ്റ് മീ ചെക്ക് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. യു നീഡ് ടു ഇവാലുവേറ്റ് an expression. യെസ്, കറക്റ്റ് ആണ്. You need to store the friendship information on your social networking site. Who is friends with who? Answer undo. ആരെങ്കിലും ആൻസർ പറയുകയാണെങ്കിൽ ഒന്ന് പറയണം, കാരണം ഞാൻ സ്ക്രീൻ സ്വിച്ച് ചെയ്തിട്ടാണ് നോക്കുന്നത്. ഗ്രാഫ് കറക്റ്റ് ആൻസർ ആണ്. You need to store an image. നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ ഫോട്ടോ സ്റ്റോർ ചെയ്യാം ബിറ്റ് മാപ്പ് ആയിട്ട്. ബിറ്റ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ 1000 by 1000 പിക്സൽസ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ക്യാമറയുടെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ബിറ്റ് മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1000 by 1000 പിക്സൽസ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ പറ്റിയ ഡേറ്റ സ്ട്രക്ചർ ഏതാന്ന് പറയാൻ പറ്റും. അതൊരു 2 dimensional അറേ ആണ്. ആൻസർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. 2 dimensional അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബിറ്റിലും ഇത് 0 or 1 എന്നുള്ള ഇൻഫർമേഷൻ ഓരോ പോയിന്റിലും സ്റ്റോർ ചെയ്ത് അങ്ങനെയാണ് ഒരു ഇമേജ് നമ്മൾ സ്റ്റോർ ചെയ്യാം. അതിന് നമുക്കൊരു 2 dimensional അറേ യൂസ് ചെയ്യാം. പിന്നെ ഓക്കെ, സ്പൂലർ പ്രിന്റർ, അത് നമ്മൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Okay, right answer. പിന്നെ implement back functionality in the internet browser. Oh, linked list answer ഉണ്ടോ? Okay, w linked list. Okay, correct ആണ്. To store the possible moves in a chess game. നിങ്ങളൊക്കെ ഓൺലൈൻ ഗെയിംസ് കാണുന്നവരായിരിക്കും. പല ടൈപ്പ് ഗെയിംസ് ഉണ്ട്. ഇപ്പൊ ഒരു ചെസ് ഗെയിം ഉണ്ട് ആണെങ്കിൽ നമുക്ക് ചിലപ്പം അത് ക്ലൂസ് ഒക്കെ തരും. അതായത് നെക്സ്റ്റ് ഈ മൂവ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കാം അങ്ങനെ. അപ്പൊ നമ്മൾ ഒരു പൊസിഷൻ, വാട്ട് ഇസ് ദാറ്റ്? 2D array ആണോ എന്ന് ചോദിച്ചിട്ട്. 2D array അല്ല. പോസിബിൾ മൂവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഒന്നെങ്കിൽ ട്രീ, അല്ലെങ്കിൽ ട്രീ എന്ന് പറഞ്ഞാലും ശരിയാവില്ല, ഗ്രാഫ് ആയിരിക്കണം. കാരണം നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് പല പല ഡയറക്ഷനിൽ നമുക്ക് മൂവ് ചെയ്യാം. അപ്പം ട്രീ ഡേറ്റ സ്ട്രക്ചർ ആവാം. അതായത് നമ്മളിപ്പം എവിടെയാണോ അവിടെ നിന്ന് പല ചിൽഡ്രൻ പൊസിഷൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. 8th one, to store a set of fixed keywords which are referenced very frequently. നമ്മൾ ഓൾറെഡി കവർ ചെയ്തില്ല, പക്ഷെ ഒരു ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു ഹാഷ് മാപ്പ്. അതായത് ഒരു കീ അതിന് കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് പെട്ടെന്ന് മാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് ഹാഷ് മാപ്പ്, അല്ലെങ്കിൽ ഹാഷ് ടേബിൾ എന്ന് പറയും. അത് കോളേജസിൽ സിലബസിൽ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നമ്മൾ ഒരു ജോബിൽ കയറുമ്പം വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. താങ്ക്സ് ഫോർ റെസ്പോണ്ടിങ്. ഞാൻ ആരും മിണ്ടൂല എന്ന് വിചാരിച്ചു, പക്ഷെ ആരെങ്കിലും ഒക്കെ ആൻസർ പറഞ്ഞു. താങ്ക് യു. ഇത് ഓൾറെഡി കവർ ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒരു എക്സസൈസ് പോലെ ഞാൻ
ഒരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. ഫുൾ കോഡ് എഴുതിയിട്ട് റൺ ചെയ്ത് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സമയക്കുറവുകൊണ്ട് ഫുൾ കോഡ് എഴുതാനുള്ള ടൈം കിട്ടില്ല. അപ്പൊ നമുക്കൊരു മ്യൂസിക് പ്ലെയർ ഡിസൈൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലെ ആരെങ്കിലും, നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പം ആരെങ്കിലും ഒരാൾ വന്ന് നമുക്കൊരു ടാസ്ക് തരും, നമ്മുടെ കസ്റ്റമറിന് ഇതുപോലെ ഒരു സൊല്യൂഷൻ വേണം, അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. ഒറ്റയ്ക്കായിരിക്കില്ല, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും. ഇപ്പൊ നമുക്ക് സപ്പോസ് നമ്മൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടി അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടി, നമുക്കൊരു മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കണം. അങ്ങനെ നമുക്ക് ഒരു ബോസ് വന്നിട്ട് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ പോയി നമുക്ക് അറിയുന്ന പോലെ അത് ഇംപ്ലിമെന്റ് ചെയ്യല്ല ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ റിക്വയർമെന്റ്സ് എന്താന്നുള്ളത് ക്ലിയർ ആക്കണം. അപ്പൊ നമ്മൾ നമ്മുടെ ബോസിന്റെ അടുത്ത് തന്നെ തിരിച്ചു ചെന്നിട്ട് ചോദിക്കും, ഞാനൊക്കെ മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കാം, അതിന് എന്തൊക്കെയാണ് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ചോദിക്കും, പുതിയ സോങ്സ് ആഡ് ചെയ്യാൻ പറ്റണോ, സോങ്സ് ഡിലീറ്റ് ചെയ്യാൻ പറ്റണോ, സോങ്സ് പ്ലേ ചെയ്യണോ, സോങ് ഷഫിൾ ആയിട്ട് പ്ലേ ചെയ്യണോ, അതുപോലെ പല പല കാര്യങ്ങൾ, നമ്മുടെ മൂഡ് അനുസരിച്ചിട്ടുള്ള സോങ്സ് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ വേണോ, അങ്ങനെ എൻഹാൻസ്ഡ് ആയിട്ട് പല 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 കാര്യങ്ങൾ. പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പെർഫോമൻസ് റിക്വയർമെന്റ്സ് ചോദിക്കാം. നമുക്ക് ചോദിക്കാം, എത്ര മെമ്മറി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് എത്ര മെമ്മറി യൂസ് ചെയ്യണം, സോങ് പെട്ടെന്ന് പുതിയൊരു സോങ് സെർച്ച് ചെയ്യണമെങ്കിൽ അത് ഫാസ്റ്റ് ആയിരിക്കണോ, അത് കുറച്ച് സ്ലോ ആയാൽ കുഴപ്പമുണ്ടോ, അങ്ങനത്തെ നമുക്ക് പറ്റാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ച് ഫൈനലി ആണ് നമ്മൾ അതിന് വേണ്ട ഡേറ്റ സ്ട്രക്ചർ, ഈ മ്യൂസിക് അല്ലെങ്കിൽ ഈ സോങ്സ് സ്റ്റോർ ചെയ്യാൻ എന്ത് ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യണം, ഈ മ്യൂസിക് പ്ലേ ചെയ്യാൻ ഏത് ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യണം, സോങ് ഷഫിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത ഡേറ്റ സ്ട്രക്ചർ കറക്റ്റ് ആണോ, അത് മാറ്റണം. ഈ വക ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഫങ്ഷണൽ ആൻഡ് പെർഫോമൻസ് റിക്വയർമെന്റ്സ് ക്ലാരിഫൈ ചെയ്യണം. ഞാൻ ഫുൾ കോഡ് എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സൂഡോ കോഡ് കാണിക്കാന്ന് വെച്ചാൽ, എനിക്ക് അറിയില്ല ഇവിടെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല, പ്രസന്റ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഞാൻ ജസ്റ്റ് പറയാം. ആദ്യം നമുക്കൊരു സോങ് ഡേറ്റ ടൈപ്പ് വേണം. സോങ് നിങ്ങൾ സി ആണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ സ്ട്രക്ട് പഠിച്ചിട്ടുണ്ടാവും. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ C++, ജാവ, പൈത്തൺ ഒക്കെ വരുമ്പോൾ നമുക്ക് ക്ലാസ് ഡേറ്റ സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ നമ്മൾ ക്ലാസ് വെച്ചിട്ടാണ്. അപ്പൊ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് ഒരു സോങ് ക്ലാസ് ആണ്. അതാണ് നമ്മുടെ മ്യൂസിക് പ്ലെയറിന്റെ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക്. ഓരോ സോങ്ങിനെയും ഐഡന്റിഫൈ ചെയ്യാൻ അതിനൊരു സോങ് ഐ ഡി ഉണ്ടാവാം, സിംഗർ ഉണ്ടാവാം, സോങ് നെയിം ഉണ്ടാവാം, ടൈപ്പ് ഓഫ് സോങ് ഉണ്ടാവും. അപ്പൊ മൂഡ് അനുസരിച്ച് ഇഷ്ടം പോലെ മ്യൂസിക് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഇൻഫർമേഷൻ വേണം. അങ്ങനെ നമ്മുടെ യൂസ് കേസ്, നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഒരു സോങ്ങിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സോങ് ക്ലാസ്സിൽ ആഡ് ചെയ്യണം. പിന്നെയാണ് നമ്മൾക്ക് ശരിക്കുള്ള മ്യൂസിക് പ്ലെയർ ക്ലാസ് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ മ്യൂസിക് പ്ലെയർ ഡിഫൈൻ ചെയ്തപ്പം 2 ഡേറ്റ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്നൊരു ഹാഷ് മാപ്പും ഒന്നൊരു ക്യൂ ആണ്. ഇപ്പൊ ഹാഷ് മാപ്പിലാണ് നമ്മൾ നമ്മുടെ മ്യൂസിക് ലിസ്റ്റ്, ഫുൾ മ്യൂസിക് ലിസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു CD-യിൽ ഒരു സെറ്റ് ഓഫ് സോങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഒരു USB എടുക്കുകയാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സോങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിപ്പോ ക്ലൗഡിൽ നിന്നും മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സെറ്റ് ഓഫ് സോങ്സ് ഉണ്ടാവും. ഈ സോങ് എല്ലാം സ്റ്റോർ ചെയ്യാൻ ഞാൻ ഒരു ഹാഷ് മാപ്പ് ഡേറ്റ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. ഹാഷ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കീ ആൻഡ് വാല്യൂ പെയർ. അപ്പൊ ഇവിടെ കീ എന്ന് പറയുന്നത് ആ സോങ്ങിന്റെ ID ആയിരിക്കും, വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ സോങ് സ്ട്രക്ചർ ആയിരിക്കും. ഫുൾ സോങ് ID, സിംഗർ, സോങ് നെയിം, ടൈപ്പ്, എല്ലാ ഇൻഫർമേഷനും കൂടിയ ഒരു വാല്യൂ ആണ് സോങ്. അപ്പൊ നമ്മുടെ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു മാപ്പ്, ഒരു ഡിക്ഷണറി പോലെ ഒരു സോങ് ID, അതിന്റെ സോങ് ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്കൊരു ഹാഷ് മാപ്പ് ഉണ്ട്. പിന്നെ പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യൂ ആണ്. അപ്പൊ ഈ മെയിൻ മ്യൂസിക് മാപ്പിന്ന് ഇപ്പൊ ഒരു യൂസർ, ഈ നമ്മുടെ മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഒരു യൂസറിന് ആൾക്ക് വേണ്ട സോങ്സ്, ഈ മാപ്പിലുള്ള സോങ്സ് ഓരോന്ന് സെർച്ച് ചെയ്തിട്ട് ക്യൂവിലേക്ക് ആഡ് ചെയ്യാം. ശരിക്കുള്ള അപ്പൊ ഞാൻ ഫുൾ ഇത് എഴുതിയിട്ടില്ല, ഫുൾ ഫങ്ഷൻസ് എഴുതിയിട്ടില്ല. കാണുക, ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആഡ് സോങ് എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷനാലിറ്റി ഉണ്ട്, ആഡ് ദ സോങ് ടു പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫങ്ഷനാലിറ്റി ഉണ്ട്, പ്ലേ സോങ് ഫ്രം ക്യൂ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫങ്ഷനാലിറ്റി ഉണ്ട്. അപ്പം ആഡ് സോങ് ചെയ്യുമ്പം ഒരു സോങ് ഇൻഫർമേഷൻ തരുമ്പം ആ സോങ്ങിന്റെ ID വെച്ചിട്ട് നമ്മൾ അത് ഈ മാപ്പ് ഹാഷ് മാപ്പിലേക്ക് സോങ് സ്റ്റോർ ചെയ്യും. മാപ്പിലേക്ക് നമ്മൾ പുട്ട് കീ വാല്യൂ എന്നുള്ള പെയറാണ് ആഡ് സോങ് എന്ന് പറയുന്ന ഫങ്ഷനാലിറ്റിയിൽ ആഡ് ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ വേണമെങ്കിൽ ഇത് ആഡ് ചെയ്ത് കാണിക്കാം.
പ്രസന്റിങ് മോഡിലല്ല, പക്ഷെ എനിക്കിത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പൊ സോങ് ആണ് ഇൻപുട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ മ്യൂസിക് ലിസ്റ്റ് അല്ല, അതൊരു മാപ്പാണ്. അപ്പൊ നമ്മള് മ്യൂസിക് മാപ്പ് ഡോട്ട് പുട്ട്, ഇപ്പൊ സോങ് വന്നിട്ടുണ്ട്. അപ്പൊ സോങ്ങിന് ഒരു ID ഉണ്ടാവും. അപ്പൊ സോങ് ഡോട്ട് ID അല്ല, സോങ് ഡോട്ട് സോങ് ID ആൻഡ് ഫുൾ സോങ്. ഈ സാധനം ഫുള്ള് നമ്മൾ മ്യൂസിക് മാപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ മാപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീ ആൻഡ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസേർഷൻ ഓപ്പറേഷൻ ഇസ് റിയലി ഫാസ്റ്റ് വിത്ത് എ മാപ്പ്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു സോങ് പെട്ടെന്ന് റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോങ്ങിന്റെ ID അറിയുമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്തിട്ട് റിട്രീവ് ചെയ്യാൻ പറ്റിയ ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് മ്യൂസിക് മാപ്പ്. ഈ മാപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ മ്യൂസിക് പ്ലെയറിന്റെ ബേസ്. ഇനി നമ്മുടെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യൂ ആണ്. അപ്പം പെട്ടെന്ന് യൂസർ ഒരു സോങ് ID വെച്ചിട്ട് ഒരു സോങ് സെർച്ച് ചെയ്തു, സോങ് ID കിട്ടി. അതിനി നമുക്ക് നമ്മുടെ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യൂ ആണ്. അപ്പൊ പ്ലേ ലിസ്റ്റിലേക്ക് നമുക്കത് എൻക്യൂ ചെയ്യാം, സോങ് ID. ഇപ്പൊ എന്താ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യൂവിന്റെ ഏറ്റവും ലാസ്റ്റ് എലമെന്റ് ആയിട്ട് നമ്മൾ ഇപ്പൊ ആഡ് ചെയ്ത് സോങ് എൻറ്റർ ആവും. അത് അപ്പം പിന്നെ മ്യൂസിക് പ്ലേ ചെയ്യാൻ പറയുമ്പം ഈ പ്ലേ സോങ് ഫ്രം ക്യൂ എന്താന്ന് ചെയ്യാന്ന് വെച്ചാൽ പ്ലേ ലിസ്റ്റ് ഡോട്ട് DQ. ഇതൊക്കെ സൂഡോ കോഡാണ്. ഓരോ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അനുസരിച്ചിട്ട് ഈ സിന്റാക്സ് എല്ലാം മാറും. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ എഴുതിയേ ഉള്ളൂ. അപ്പൊ നമ്മള് സോങ് പ്ലേലിസ്റ്റിൽ നിന്ന് ഒരു ലാസ്റ്റ് ഏറ്റവും ആദ്യം എൻറ്റർ ചെയ്ത സോങ് ഏതാണോ അത് DQ ചെയ്തു. എന്നിട്ട് നമ്മൾ ആ സോങ് പ്ലേ ചെയ്യും. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ സോങ് അവിടെ നിന്ന് റിമൂവ് ആയി. ഇനി ഇതേമാതിരി ആഡ് ടു പ്ലേ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സോങ് NQ ആവാം, അല്ലെങ്കിൽ ഈ പ്ലേ സോങ് ഫ്രം ക്യൂ തന്നെ പിന്നെയും കോൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എലമെന്റ് DQ ചെയ്തിട്ട് അത് പ്ലേ ചെയ്യാം. സിമിലർലി ഷഫിൾ സോങ്സ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പ്ലേ ലിസ്റ്റിലുള്ള സോങ്സ് വേണമെങ്കിൽ നമുക്ക് ഫുള്ളി റാൻഡം ആയിട്ട് ഓർഡർ മാറ്റിയിട്ട് ഒന്നും കൂടെ ഇടാം. അങ്ങനെ നമുക്ക് ഓരോരോ ഫങ്ഷനാലിറ്റി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു സൂഡോ കോഡ് എഴുതിയേ ഉള്ളൂ. ഇത്രയാണ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓൾറെഡി 8 o'clock ആയി. ടേക്ക് അവേസ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡേറ്റ സ്ട്രക്ചർ എത്രത്തോളം നിങ്ങൾ ഇൻവോൾവ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ബട്ട് വെൻ ഐ വാസ് ഇൻ ദ ഫൈനൽ ഇയർ ഓഫ് മൈ അണ്ടർഗ്രാജുവേറ്റ് സ്റ്റഡീസ് ആൻഡ് വെൻ ഐ വാസ് അപ്ലൈയിങ് ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പൊസിഷൻസ്, ഓൾറെഡി എല്ലാ കമ്പനീസിനെ എടുക്കുകയാണെങ്കിലും അവരുടെ ഹയറിംഗ് പ്രൊസീജിയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ഡേറ്റ സ്ട്രക്ചേഴ്സ്. അവർ മാക്സിമം നിങ്ങളുടെ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ഐഡിയ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അതൊരു നല്ലൊരു അബിലിറ്റി, ഒരു പ്രോഗ്രാമറിന് വേണ്ട നല്ലൊരു അബിലിറ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ റിക്രൂട്ടേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് അറിയാൻ പറ്റാന്നുള്ളത്. കാരണം നമ്മുടെ ഡെയിലി പ്രോബ്ലംസ്, ഡേ ടു ഡേ ലൈഫിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഈ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആയിട്ട് മാപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പഠിക്കാൻ ഈസിയാണ്. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ മാപ്പ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടോ എന്നുള്ളതാണ് യൂഷ്വലി റിക്രൂട്ടേഴ്സ് ചെക്ക് ചെയ്യുക. കുറച്ചും കൂടെ നല്ല കമ്പനീസിലാണ് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ യൂഷ്വലി ചോദിക്കും നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു മൊബൈൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓൺലൈൻ ടിക്കറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും, ഈ വക ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഫുൾ കോഡ് എഴുതാനൊന്നും അറിയണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അത് എങ്ങനെ ഒരു ഡേറ്റ സ്ട്രക്ചർ ആയിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറ്റ്ലീസ്റ്റ് കറക്റ്റ് ഡേറ്റ സ്ട്രക്ചർ ചൂസ് ചെയ്ത് പറയാൻ പറ്റുവാണെങ്കിൽ തന്നെ അവർ ഇംപ്രസ്ഡ് ആയിരിക്കും. അപ്പം നിങ്ങളത് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഇതൊക്കെ ഒന്ന് ഓർത്ത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഐ ഓൾസോ വിൽ ബി ഹാപ്പി ദാറ്റ് ഐ ഗേവ് ദിസ് സെഷൻ. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോ നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ, അൽഗോരിതംസ് കവർ ചെയ്തേയില്ല. ഏത് ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യണം ഓരോ ഓപ്പറേഷൻസ് സോൾവ് ചെയ്യാൻ എന്നുള്ളത് മാത്രം പറഞ്ഞു. ഇതിന്റെ അൽഗോരിതംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നിങ്ങൾ പഠിക്കാൻ സാധ്യതയുള്ളത് സെർച്ചിങ്, സോർട്ടിങ്, ഷോർട്ടസ്റ്റ് പാത്ത്, ഇങ്ങനെ ബ്രെഡ്ത്ത് ഫസ്റ്റ്, ഡെപ്ത് ഫസ്റ്റ്, അങ്ങനെ സെർച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും.
അത് ബേസിക്കലി ഒരു ഡേറ്റ സ്ട്രക്ചറിൽ ഡേറ്റ കിടപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ അത് റിട്രീവ് ചെയ്യാം എന്നുള്ളതിന് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള അൽഗോറിതംസ്. അപ്പം ഒരു ലൈബ്രറിയിൽ ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്ക് എവിടെയാന്ന് സെർച്ച് ചെയ്ത് റിട്രീവ് ചെയ്ത് കൊടുക്കാൻ പറയുമ്പം അതിന് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ബെസ്റ്റ് വേയിൽ നിങ്ങൾക്ക് എന്ത് അൽഗോരിതം എഴുതാൻ പറ്റും, ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെ എഴുതാൻ പറ്റും, അതിൽ നിന്ന് റിട്രീവ് ചെയ്യുന്നത് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് അൽഗോരിതംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പൊ കവർ ചെയ്യാത്തതിന്റെ കാര്യം ഞാൻ ബേസിക് ഒരു സെഷൻ ആയിട്ടാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണ് അൽഗോരിതംസ് കവർ ചെയ്യേണ്ടിരുന്നത്. പിന്നെയും നിങ്ങളുടെ സബ്ജക്റ്റിൽ പഠിക്കുന്നത് വേറൊരു കാര്യമായിരിക്കും കോംപ്ലക്സിറ്റി. അതും ഇമ്പോർട്ടന്റ് ആണ്. അതും എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഓരോ ഡേറ്റ സ്ട്രക്ചറും അതിന്റെ മുകളിലുള്ള ഓപ്പറേഷൻസിന് എത്ര ടൈം എടുക്കും അല്ലെങ്കിൽ എത്ര സ്പേസ് എടുക്കും മെഷർ ചെയ്യുന്ന ഒരു മെഷർമെന്റ് യൂണിറ്റ് ആണ് ഈ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. 2 ടൈപ്പ് കോംപ്ലക്സിറ്റി ആണുള്ളത്, ഒന്ന് ടൈം കോംപ്ലക്സിറ്റി, ഒന്ന് സ്പേസ് കോംപ്ലക്സിറ്റി. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, ഒരു ഡേറ്റ സ്ട്രക്ചറിലേക്ക് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ എത്ര ടൈം എടുക്കാൻ സാധ്യതയുണ്ട്, അതാണ് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി. റൈറ്റിംഗ് കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ഡിലീറ്റിംഗ് കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ സെർച്ചിങ് കോംപ്ലക്സിറ്റി, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ബെസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ഉണ്ടാവും, വേർസ്റ്റ് കേസ് കോംപ്ലക്സിറ്റി ഉണ്ടാവും. അതേപോലെ സ്പേസ്, ഒരു ഡേറ്റ സ്ട്രക്ചർ സ്റ്റോർ ചെയ്യാൻ എത്ര സ്പേസ് എടുക്കും, കുറച്ചെടുക്കുള്ളൂ കൂടുതൽ എടുക്കുള്ളൂ എന്നുള്ളത് നോക്കിയിട്ടാണ് സ്പേസ് കോംപ്ലക്സിറ്റി പറയാം. അത് നിങ്ങൾ ഓരോന്നിനും ഓരോ അൽഗോരിതം എഴുതുമ്പോഴാണ് എത്ര ടൈം എടുക്കുന്നു അല്ലെങ്കിൽ ഇത് എത്ര സ്പേസ് എടുക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. കോംപ്ലക്സിറ്റിയും ജസ്റ്റ് ബ്രീഫ്ലി ഞാൻ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ, കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ പെട്ടെന്നുള്ള സെഷൻ ആയതുകൊണ്ട് ഞാൻ കുറെയൊക്കെ ഗൂഗിൾ ചെയ്ത് ഓരോരോ വെബ്സൈറ്റിൽ നിന്നാണ് ഇപ്പൊ കാണിച്ച പല സ്ലൈഡ്സും ഇൻഫർമേഷനൊക്കെ എടുത്ത് ഫുൾ എൻ്റെ ഓൺ ഡേറ്റ അല്ല, അതായത് പിക്ചേഴ്സ് ഇമേജസ് ഒക്കെ ഞാൻ ഡിസ്പ്ലേ ചെയ്തതൊക്കെ ഈ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഉള്ള പലയിടത്തും എടുത്ത ഇൻഫർമേഷൻ ആണ്. ഇതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഇൻഫർമേഷൻ കിട്ടും. ഇത്രയാണ് ഞാൻ ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ച്. എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടെന്നാണ് അർജുൻ പറഞ്ഞത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഡേറ്റ സ്ട്രക്ചേഴ്സ് മാത്രമായിട്ട് ചോദിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ജോബിനെ പറ്റി അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഇനിയിപ്പോൾ ഡയറക്റ്റ്ലി ഇവിടെ ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അർജുൻ്റെ കോൺടാക്ട്സ് വെച്ച് എന്നെ കോൺടാക്ട് ചെയ്യാനാണ്. ഫേസ്ബുക്കിലും ലിങ്ക്ഡിനിലൊക്കെ ഉണ്ട്, ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതാണ്. എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആൻസർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം. താങ്ക് യു ഫസില. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ can use the chat box or else you can connect me. So it's a Q&A session. You can all ask your doubts and questions in the chat box or using your mic. Meanwhile, the others can fill their Google feedback form in the chat box. നിഹാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇന്റർവ്യൂവിൽ DS ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടാകുമെന്ന്. ഇന്റർവ്യൂസിൽ നിങ്ങൾ കോളേജസിന് അറ്റൻഡ് ചെയ്യണ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണ കമ്പനി അനുസരിച്ചിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പല ടയറിലുള്ള കമ്പനീസ് ഉണ്ടാവും. നമ്മളൊരു ഇൻഫോസിസ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു കൺസൾട്ടൻസി മോഡലുള്ള കമ്പനികളാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകുന്നതെന്നുണ്ടെങ്കിൽ അത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയില്ല. ചിലപ്പം ജസ്റ്റ് ഡേറ്റ സ്ട്രക്ചർ എന്താണ് അല്ലെങ്കിൽ ഇന്നൊരു പ്രോബ്ലം തന്നാൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ സ്ട്രക്ചർ ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ യൂഷ്വലി ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ തിയറി തറവായിട്ട് പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഡേറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറയാൻ റെഡി ആണെങ്കിൽ അത് തന്നെ ഗുഡ് ഇനഫ് ആണ്. പക്ഷേ കുറച്ചും കൂടെ ഒരു ടയർ 1 അല്ലെങ്കിൽ ടയർ 2 കമ്പനീസിന്റെ ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതായത് കുറച്ചും കൂടെ ഒരു ഹൈ ലെവൽ പ്രോബ്ലം തന്നിട്ട്
അതിൻ്റെ ഒരു ക്ലാസ് ഡയഗ്രാം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഡേറ്റാ സ്ട്രക്ചർ, ഈ ഒരു ഡേറ്റാ സ്ട്രക്ചർ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്ന് ചോദിക്കാം. ഇപ്പം നമ്മൾ ഒരു നല്ലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡേറ്റാ സ്ട്രക്ചർ ഒന്നും നമ്മൾ ഓൺ ഇംപ്ലിമെൻ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ജാവ അല്ലെങ്കിൽ പൈത്തൺ എടുക്കുകയാണെങ്കിൽ അവരുടെ തന്നെ ഡേറ്റാ സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റേഷൻസ് ഉണ്ടാവും, നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്താൽ മതി. പക്ഷേ ചില കമ്പനീസ് നമുക്കതിൻ്റെ ഇൻറ്റേർണൽ ഓപ്പറേഷൻ കറക്റ്റായിട്ട് അറിയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ലൈബ്രറി ഒന്നും യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് തന്നെ ഇത് എഴുതി കാണിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എഴുതി കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു മ്യൂസിക്കൽ ചെയർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതായത് കുറേ ചെയേഴ്സ് ഉണ്ട്, അതിലൊരു ചെയർ ഒരു റെഡ് കളർ ഒരു ക്ലോത്ത് ഇട്ട ഒരു ചെയർ ഉണ്ട്, ഓരോ ചെയറിൻ്റെ മുന്നിലും ആൾക്കാർ നിൽക്കുന്നുണ്ട്. മ്യൂസിക് പ്ലേ ചെയ്യുമ്പം ഓരോ മ്യൂസിക് ബീറ്റിനും ആൾക്കാർ വൺ ടൈം റൈറ്റ് ഷിഫ്റ്റ് ചെയ്യും. ഏറ്റവും എൻഡിൽ നിൽക്കുന്ന ആൾ ഫസ്റ്റ് ചെയറിലേക്ക് വരും. അങ്ങനെ 100 മ്യൂസിക് ബീറ്റ്സ് ഉണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് 100 മ്യൂസിക് ബീറ്റ്സ് ആരാണ് ഈ റെഡ് ചെയറിൽ വരിക എന്നുള്ളത് ഏറ്റവും ഫാസ്റ്റായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ചപ്പം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അത് ആരാന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് റെഡ് ചെയർ ഏതാണെന്നറിയാം, റെഡ് ചെയറിൻ്റെ പൊസിഷൻ അറിയാം. അപ്പം അത് ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് ആലോചിക്കുമ്പം എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അരയാണ്. അരയിൽ എല്ലാ പൊസിഷൻസും പ്രീ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ റെഡ് ചെയറിൻ്റെ പൊസിഷൻ ഏതാണെന്നറിയാം. അപ്പോൾ 100 ടൈംസ് ആൾക്കാർ റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെഡ് ചെയറിൽ ആരായിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള രീതിയിൽ ഒരു സ്മോൾ പ്രോഗ്രാം അര വെച്ചിട്ടാണെങ്കിൽ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ചില ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഒരു ലിങ്ക് ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റുമെന്ന് ചോദിക്കും. അതായത് നമ്മൾ എപ്പോഴും ലിങ്ക് ലിസ്റ്റ് ഫ്രണ്ടിലേക്ക് ട്രാവേഴ്സ് ചെയ്യണതേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ നമ്മൾ ബുക്സിലെല്ലാം. ഇത് റിവേഴ്സ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസിക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. അപ്പം നമ്മൾ ഓൾറെഡി ഒരു ലിങ്ക് ലിസ്റ്റ് ഡിഫൈൻ ചെയ്യാനും അതിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡേറ്റ സെർച്ച് ചെയ്യാനും അറ്റ്ലീസ്റ്റ് ഉള്ള അത്രയും ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കി അതിൻ്റെ മുകളിൽ ഹൈ ലെവൽ വരുന്ന ഏത് പ്രോബ്ലം ആണെങ്കിലും നമുക്ക് അതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ചാറ്റിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി കണക്ട് ചെയ്തിട്ട് then I think we are good. Yeah. Thank you, Fasila. So over to Nina, please. Okay, we have come to the end of an informative webinar. I would like to mention our deep sense of appreciation for Ms. Fasila for her explanation of data structures, today's topic. I may also like to express our sincere thanks to GCW Alumni Association, Bangalore chapter, especially Mr. Arjun Sundaresan, for giving us this great opportunity. I also extend my heart thanks to all of you present here for your support and participation. So see you all next week. Thank you guys. See you next week. Bye. Good night.